ശാലോം ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സി കാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴമായി പഠിക്കുന്നതിനും സമഗ്രമായി ചർച്ച ചെയ്യുന്നതിനുമുള്ള വേദിയാണ് സി കാറ്റ് എന്ന പ്രോഗ്രാം. ഇന്നത്തെ ദിവസം നമ്മുടെ ഈ ചർച്ചയിൽ പങ്കുചേരുവാനും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനും സംശയങ്ങൾ ദൂരീകരിക്കുവാനുമായി നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും CBCI ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. പിതാവിനെ ഏറെ ഹൃദ്യമായി നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത് സജീവമായി ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഉദയപുരം കോടോത്ത് ഇടവകകളിലെ മതാധ്യാപകരും യുവജന സുഹൃത്തുക്കളുമാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് കത്തോലിക്കാ സഭയിലെ കൂദാശ അനുകരണങ്ങൾ അഥവാ കൂദാശ കൽപ്പങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചും മൃത സംസ്കാര ശുശ്രൂഷയെക്കുറിച്ചുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് വിഷയ അവതരണം നടത്തുന്നതിനായിട്ട് സ്നേഹപൂർവ്വം അഭിവന്ദ്യ പാമ്പ്ളാനി പിതാവിനെ നമ്മുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദയപുരം കോടോം ഇടവകളിൽ നിന്ന് വന്ന മതാധ്യാപകർ യുവജനങ്ങളാണ് നിങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഈ രണ്ട് ഭാഗങ്ങളുടെ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്? ഇന്ന് മൈക്കുള്ളവരൊന്ന് കയ്യിലെടുത്ത് പറഞ്ഞേ, ഏതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്? മാത്യൂസ്, എന്താണ് പഠിക്കുന്നത്? കൂദാശ അനുകരണങ്ങൾ. അതുപോലെ കൂദാശ അനുകരണങ്ങൾ ആണ് ഒരു വിഷയം. മറ്റൊരു വിഷയം ആരാണ്? മൃതസംസ്കാര ശുശ്രൂഷ. മൃതസംസ്കാര ശുശ്രൂഷ. മൃതസംസ്കാര ശുശ്രൂഷയും ഒരു കൂദാശ അനുകരണമാണ് അല്ലേ? യെസ്, അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളിതൊക്കെ വായിച്ചിട്ടാണോ വന്നത്? വായിച്ചായിരുന്നു. മൃതസംസ്കാരത്തെക്കുറിച്ച് കേട്ടപ്പോൾ പേടിച്ചു പോയോ? മുഴുവൻ വായിച്ചു? ഓക്കെ. പ്രേക്ഷകരും ഇതെല്ലാം വായിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിലെ കൂദാശകളെക്കുറിച്ചുള്ള സുദീർഘമായ ഒരു ഭാഗം തീർന്നു. അതിൻ്റെ അവസാന ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഏത്? കൂദാശ അനുകരണങ്ങൾ അഥവാ കൂദാശ കൽപ്പങ്ങൾ എന്നാണ് മലയാളത്തിൽ അതിനെ വിവർത്തനം ചെയ്തിരിക്കുന്നത്. സാക്രമെൻ്റൽസ് എന്നാണ് ഇംഗ്ലീഷിൽ അത് പറയുക. കൂദാശകളുമായി ബന്ധമുള്ളതാണ്, പക്ഷേ കൂദാശകളല്ല അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഈ എന്താണ് ഈ കൂദാശ കൽപ്പങ്ങളെന്ന് പാഠം വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? യെസ്, എങ്കിലും ഞാനതേക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാം. അതിനുശേഷം നിങ്ങളുടെ ചോദ്യങ്ങളിലൂടെ നമുക്ക് സംവാദത്തിലേക്ക് പ്രവേശിക്കാം. കൂദാശ കൽപ്പങ്ങൾ അഥവാ കൂദാശ അനുകരണങ്ങൾ എന്ന് പറഞ്ഞാൽ കൂദാശകളെ അനുകരിക്കുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്ക് വൈദിക പട്ടം കൊടുക്കുമ്പോൾ, നിങ്ങൾ പട്ടം കൊടുക്കൽ ശുശ്രൂഷ കണ്ടിട്ട് കാണും. മെത്രാൻ വൈദികാർത്ഥിയുടെ ശിരസിൽ കൈവച്ച് പ്രത്യേകം പ്രാർത്ഥിച്ച് ആ വ്യക്തിയെ വൈദിക പദവിയിലേക്ക് ഉയർത്തുന്നു. അതൊരു കൂദാശയാണ്. അതേസമയം ഇതേപോലെ വേറൊരാൾ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നു. ഞാൻ ആ വ്യക്തിയുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കും. രണ്ടിടത്തും പ്രാർത്ഥിച്ചത് ഞാനാണ്, രണ്ടിടത്തും തലയെ കൈവച്ചാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ ഒരു സ്ഥലത്ത് ആ വ്യക്തി എന്തായിത്തീർന്നു? വൈദികനായിത്തീർന്നു. നിങ്ങളുടെ ആരുടെയും തലയെ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചാൽ വൈദികനാകുമോ? ഇല്ല. തലയിൽ കൈവച്ച് ഒരാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത് കൂദാശ അനുകരണം ആണ് എങ്കിൽ ഒരു വൈദികാർത്ഥിയുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചത് എന്താണ്? കൂദാശയാണ്. അപ്പം അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും. കൂദാശയും കൂദാശ അനുകരണവും രണ്ടും രണ്ട് കാര്യമാണ്. തീർച്ചയായും അവിടെ ദൈവികമായ ആധ്യാത്മിക കർമ്മം നടക്കപ്പെടുന്നുണ്ട് രണ്ടിടത്ത്. പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെയും ഫലങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ളത് സത്യം. ശരിയല്ലേ? യെസ്. രണ്ടുപേര് കൈകോർത്ത് പിടിച്ചപ്പോൾ അച്ഛനൊരു ആശീർവാദം കൊടുത്തപ്പോൾ അത് വിവാഹമായി. പകരം നിങ്ങൾ രണ്ട് താല്പര്യമുള്ളവർ രണ്ട് കമിതാക്കൾ കൈകോർത്ത് പിടിച്ചിരുന്നു.
അച്ഛൻ കുർബാനയ്ക്കിടയ്ക്ക് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് ആശീർവാദം തന്നു. അത് വിവാഹം എന്ന കൂദാശയാകുമോ? ഇല്ല. അല്ലെ നിങ്ങൾ രണ്ടുപേരും പോയി ഒന്നിച്ച് അച്ഛൻ്റെ അടുത്ത് മുട്ടയെ കുത്തി നിന്നു, എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ രണ്ടുപേരുടെയും തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. അച്ഛൻ നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലായില്ല. അച്ഛൻ രണ്ടുപേരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം തന്നു. നിങ്ങൾ പറയുകയാണ്, ഞങ്ങൾ കല്യാണം കഴിച്ചു, കാരണം ഞങ്ങൾ പള്ളിയിൽ പോയി അച്ഛൻ്റെ അടുത്ത് ചേർന്ന് നിന്ന് ഇതാ ആശീർവാദം മേടിച്ചു. കല്യാണമാകുമോ അത്? ഇല്ല. അപ്പോൾ കൂദാശകൾ എന്ന് പറയുന്നതിന് നിയതമായ ഒരു പ്രാർത്ഥന, ഒരു ഫോം അതിനുണ്ട്. അതുപോലെ അതിന് നിയതമായ ഒരു പദാർത്ഥം, മാറ്റർ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പം അപ്പവും വീഞ്ഞും വിശുദ്ധ കുർബാന എന്ന കൂദാശയുടെ പദാർത്ഥമാണ്. ആ വിശുദ്ധ കുർബാന എന്ന കൂദാശയ്ക്ക് ഒരു ഫോമുണ്ട്, എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. ഓരോ റീത്തിലും അതാത് മെത്രാൻ സമിതി പരിശുദ്ധ മാർപ്പാപ്പായുടെ അനുവാദത്തോടെ അംഗീകരിച്ച ആ പ്രാർത്ഥനാ സമാഹാരം, അതാണ് കുർബാനയ്ക്ക് ഉപയോഗിക്കേണ്ടത്, അല്ലേ? യെസ്. അതേസമയം ഒരാളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ നിയതമായൊരു പ്രാർത്ഥന ചൊല്ലണമെന്നില്ല. പട്ടം കൊടുക്കൽ കർമ്മത്തിന് ഇന്നതാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് സഭ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലും. അതേസമയം ഒരാൾ ഒരു പ്രാർത്ഥനാ സഹായം ചോദിച്ചു വരുമ്പോൾ അയാൾക്ക് വേണ്ടി ഇന്ന പ്രാർത്ഥന ചൊല്ലണം എന്ന് സഭ നിയതമായി പറഞ്ഞിട്ടില്ല. ആ സാഹചര്യം പരിഗണിച്ച്, ആ വ്യക്തിയുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? അതാണ് കൂദാശ അനുകരണം എന്ന് പറയുമ്പോൾ വ്യക്തമാകുന്നു. അതിൻ്റെ ലക്ഷ്യത്തിൽ വ്യത്യാസമുണ്ട്, ഫലത്തിൽ വ്യത്യാസമുണ്ട്, അതിലുപയോഗിക്കുന്ന പ്രാർത്ഥനകളിൽ വ്യത്യാസമുണ്ട്, അതിലെ സഭയുടെ പങ്കാളിത്തത്തിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ഈ കൂദാശ അനുകരണങ്ങളെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പലതരത്തിലുള്ള കൂദാശ അനുകരണങ്ങളുണ്ട്. ഇപ്പോൾ വെഞ്ചരിപ്പാണ് ഒരു പ്രധാന കൂദാശ അനുകരണം, നിങ്ങൾക്കറിയാം, അല്ലേ? വീട് വെഞ്ചരിക്കും, വീട് വെച്ചു, വീട് വെഞ്ചരിച്ചു. വീട് വെഞ്ചരിക്കുന്നത് ഒരു കൂദാശ അനുകരണമാണ്. അതേസമയം പള്ളി കൂദാശ ചെയ്തു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകൾ പള്ളി വെഞ്ചരിപ്പല്ല, പള്ളി എന്ത് ചെയ്യുന്നു? കൂദാശ ചെയ്യുകയാണ്. അതായത് പൗരോഹിത്യം എന്ന കൂദാശയുടെ ഭാഗമായിട്ട് തന്നെയാണ് പള്ളിയെ കരുതുക. പൗരോഹിത്യം ബലിയർപ്പിക്കാനാണെങ്കിൽ അതിന് വേണ്ട ബലിപീഠവും ദൈവാലയവുമായിട്ടാണ് പള്ളിയെ കൂദാശ ചെയ്യുക. അതേസമയം പാശ്ചാത്യ റീത്തുകളിൽ പള്ളി വെഞ്ചരിക്കുകയാണ്. പള്ളിയെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് സമർപ്പിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ കൂദാശകളുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ട്. പൗരസ്ത്യ സഭകൾ മൂറോൻ കൂദാശ ചെയ്തു എന്നാണ് പറയും, അല്ലേ? മൂറോൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മാമോദീസായ്ക്ക് സ്ഥൈര്യലേപനത്തിനൊക്കെ ഉപയോഗിക്കുന്ന തൈലം, ആ അഭിഷേക തൈലത്തെ വെഞ്ചരിച്ചു എന്ന് പാശ്ചാത്യ റീത്തിൽ പറയുമ്പോൾ ഇവിടെ എന്താണ്? പൗരസ്ത്യ റീത്തുകാരെന്ത് പറയും? അതിനെ കൂദാശ ചെയ്തു എന്ന് പറയുന്ന രീതികളുണ്ട്. അപ്പോൾ കൂദാശ ഫലങ്ങളെക്കുറിച്ച് പാശ്ചാത്യ പൗരസ്ത്യ റീത്തുകളിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭയും ഒരുപോലെ കൂദാശ അനുകരണങ്ങളെ കൂദാശകളിൽ നിന്ന് വേറിട്ട് മനസ്സിലാക്കും. പിശാച് ബാധ ഒഴിപ്പിക്കൽ വേറൊരു കൂദാശ അനുകരണമാണ്, അല്ലേ? ബാധ കയറിയ ചേട്ടത്തിയെ ഒഴിപ്പിച്ചെടുക്കും. അങ്ങനെ വിവിധങ്ങളായ കൂദാശ അനുകരണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കും. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ പല ചോദ്യങ്ങളും മിക്കവാറും ഒരുങ്ങിയിട്ടായിരിക്കും വന്നേക്കുന്നത്, അല്ലേ? ടീച്ചർ ഒരുങ്ങിയിട്ടുണ്ടോ? ചോദ്യമൊക്കെ ഉണ്ട്. അപ്പോൾ പലരും ഒരുങ്ങിയിട്ടാണ് വന്നേ. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ക്രോഡീകരിച്ച് അവതരിപ്പിക്കാനുള്ളൊരു സമയമാണിത്. നിങ്ങൾക്ക് പല ഗ്രൂപ്പുകളായിരുന്ന് നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങളെ ഒന്ന് ക്രോഡീകരിക്കുക. അതിനുശേഷം നമ്മൾ ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും.
നമ്മുടെ ചർച്ചകൾ അവസാനിപ്പിക്കുക. നമുക്ക് നിങ്ങൾ നല്ല ചോദ്യങ്ങൾ ഒരുങ്ങിയെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരുടെ മുഖത്ത് നല്ല ആത്മവിശ്വാസമുണ്ട്. ചോദ്യങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ട്. എങ്കിലും നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. കത്തോലിക്ക സഭയിലെ കൂദാശ അനുകരണങ്ങൾ, മൃതസംസ്കാര ശുശ്രൂഷ എന്നീ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ആരാണ് ചോദിക്കുന്നത്? എൻ്റെ പേര് ആൻ്റണി. പിതാവേ, ഈ കൂദാശ കൽപ്പങ്ങൾ അവയുടെ ഉത്ഭവത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? യെസ്, കൂദാശ കൽപ്പങ്ങളുടെ ഉത്ഭവം, വളർച്ച എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതാണ് അതിൻ്റെ ഉത്ഭവമെന്നോ ഇന്ന രീതിയിൽ അതിനെ വളർത്തിയെന്ന് നമുക്ക് നിയതമായി പറയാൻ സാധിക്കുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഓരോ സാഹചര്യത്തിൽ ഓരോ പ്രാദേശിക സഭകളിൽ രൂപം കൊള്ളുന്നതാണ് ഓരോ പ്രത്യേകതരം ഭക്തികൾ. അതുകൊണ്ട് കൂദാശ കൽപ്പങ്ങൾ എന്ന് പറയുന്ന ഒരു പൊതുസംഗതി ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ തന്നെ നമ്മൾ അടുത്ത കാലത്ത് കരുണയുടെ ഈശോയുടെ ഭക്തി രൂപം വന്നു അല്ലേ? അത് പോളണ്ടുകാരുടെ ഒരു ഭക്തിയായിരുന്നു. പോളണ്ടുകാരനായ മാർപ്പാപ്പ ആരായിരുന്നു സാറേ? ജോൺ ബോൾ മാർപ്പാപ്പ. ജോൺ ബോൾ മാർപ്പാപ്പ. ജോൺ ബോൾ മാർപ്പാപ്പ ഫൗസ്തീന പുണ്യവതിയിലൂടെ കിട്ടിയ ഈ ഒരു വെളിപാടിനെ വളരെ ഇഷ്ടപ്പെടുകയും പോളണ്ടുകാരനായിരുന്നതിനാൽ ഈ ഒരു ഭക്തിയുടെ പ്രചാരകനുമായിരുന്നു. പോളണ്ടുകാരനായ മാർപ്പാപ്പ റോമിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഭക്തിക്ക് ആഗോള സഭയിൽ പ്രചാരം കിട്ടി അല്ലേ? അതുപോലെ തന്നെ നമുക്കറിയാം ഈ കൂദാശ കൽപ്പങ്ങൾ പലതും സ്വകാര്യ വെളിപാടുകളിലൂടെയാണ് രൂപം കൊള്ളുന്നത്. ഇപ്പോൾ വിശുദ്ധ മർഗരീത്ത മറിയത്തിന് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെയാണ് തിരുഹൃദയ ഭക്തി എന്ന് പറയുന്ന ആ ഒരു ഭക്തകൃത്യം, കൂദാശ അനുകരണം സഭയിൽ നിലവിൽ വന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പുണ്യവാന് കർമ്മലമാതാവിൻ്റെ ദർശനം ലഭിക്കുകയും കർമ്മലമാതാവ് ഈ ഉത്തരീയം, വെന്തിങ്ങ എന്ന് പറയുന്ന സംഗതി സൈമൺ സ്റ്റോക്ക് പുണ്യവാനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഉത്തരീയ ഭക്തി സഭയിലുണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ കൂദാശ അനുകരണങ്ങൾ എപ്പോഴാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ ഓരോന്നിൻ്റെയും സമയങ്ങൾ വ്യത്യസ്തമാണ്. കുരിശിൻ്റെ വഴി എന്ന് പറയുന്ന ഒരു കൂദാശാനുകരണമാണ്. ആ ഭക്തി തുടങ്ങുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാന്. ആ പുണ്യവാളൻ്റെ കാലത്തിന് മുമ്പ് ഈശോ കുരിശിൽ മരിച്ചെന്നും ഗാഗുൽത്തായിലേക്ക് ഈശോ യാത്ര പോയെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനെ 14 സ്ഥലങ്ങളായി വിഭജിച്ച് കുരിശിലേക്കുള്ള ഈശോയുടെ യാത്രയെ വളരെ ഹൃദയസ്പർശിയായി ധ്യാന വിഷയമായി അവതരിപ്പിക്കുന്ന ആരാണ്? ഫ്രാൻസിസ് അസീസി പുണ്യവാനാണ്. അദ്ദേഹത്തിൻ്റെ കാലത്തോടെയാണ് ഈ ഭക്തി സഭയിൽ നിലവിൽ വരുന്നത്. അതുകൊണ്ട് ഓരോ കൂദാശ അനുകരണങ്ങളും ചിലപ്പോൾ ചില വിശുദ്ധരുടെ സ്വകാര്യ വെളിപാടുകളെ ആധാരമാക്കി ഉണ്ടാകുന്നതായിരിക്കും. അതല്ല എങ്കിൽ ഓരോ സഭാപിതാക്കന്മാരുടെയോ മാർപ്പാപ്പമാരുടെയോ സ്വകാര്യ ഭക്തി വിശ്വാസി സമൂഹം സ്വീകരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് അടുത്ത കാലത്ത് ഉറങ്ങുന്ന യൗസേപ്പിതാവിനോടുള്ളൊരു ഭക്തി എന്ന് പറഞ്ഞൊരു ഭക്തി കേരളക്കരയിലുണ്ട് അല്ലേ? പലയിടത്തും ഉറങ്ങുന്ന യൗസേപ്പിതാവിൻ്റെ വലിയ രൂപങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചു. ഞാൻ തന്നെ ഈ അടുത്ത കാലത്ത് 2-3 വലിയ രൂപങ്ങൾ വെഞ്ചരിക്കേണ്ടി വന്നു. യൗസേപ്പിതാവ് ഇങ്ങനെ ഉറങ്ങിക്കിടക്കും. എന്താണ് ആ ഭക്തിയുടെ അടിസ്ഥാനം? ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ മുറിയിൽ യൗസേപ്പിതാവിൻ്റെ ഒരു ഉറങ്ങുന്ന രൂപമുണ്ട്. ഏറ്റവും ശ്രമകരമായ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഞാനൊരു കുറിപ്പ് എഴുതി ആ രൂപത്തിൻ്റെ ചോട്ടി വയ്ക്കും. എന്നിട്ട് പ്രാർത്ഥിച്ചേച്ച് പോയി കിടന്നുറങ്ങും. പിറ്റേ ദിവസം അത് ശരിയായിട്ടുണ്ടാകും. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഒരു ഭക്തിയായിരുന്നു ഉറങ്ങുന്ന യൗസേപ്പിതാവിനോടുള്ള ഭക്തി. അതല്ലെങ്കിൽ ഒരുപക്ഷെ അർജൻറ്റീനയിലെ ആ പരിശുദ്ധ പിതാവ് ജോലി ചെയ്തിരുന്ന ആ പ്രദേശത്തെ മനുഷ്യരുടെ ഒരു ഭക്തിയായിരിക്കും. ആ ഭക്തിയെക്കുറിച്ച് മാർപ്പാപ്പ പറഞ്ഞതോടുകൂടി എന്ത് സംഭവിച്ചു? എല്ലാവരും യൗസേപ്പിതാവിൻ്റെ ഉറങ്ങുന്ന രൂപം തേടി ഓടാൻ തുടങ്ങി. അങ്ങനെ കൂദാശ അനുകരണങ്ങളും ഇങ്ങനെയുള്ള സ്വകാര്യ ഭക്തികളും ഒക്കെയും
രൂപം കൊള്ളുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത കാരണങ്ങളാലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു മറ്റൊരു കാരണമാണ് ഏതെങ്കിലും വിധത്തിൽ വിശ്വാസത്തിനെതിരായ പ്രവർത്തികൾ, പഠനങ്ങൾ സംഭവിക്കുമ്പോൾ, ഇപ്പോൾ പരിശുദ്ധ കുർബാനയ്ക്കെതിരായ ബെറങ്കേറിയൻ ഭാഷണ്ഡതയും അതുപോലെ വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായപ്പോൾ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി വീണ്ടെടുക്കാൻ വേണ്ടി സഭയിൽ ആരംഭിച്ചതാണ് ആരാധന, തിരുമണിക്കൂറുകൾ. 13 മണിക്കൂർ ആരാധന, 40 മണിക്കൂർ ആരാധന എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതൊക്കെയും അങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളുടെ ആവശ്യകത പരിഗണിച്ച് രൂപം കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂദാശ അനുകരണങ്ങൾ ഒരു നിശ്ചിത സമയത്ത് തുടങ്ങി നിയതമായ രീതിയിൽ വളർന്നതാണ് എന്ന് നമുക്ക് പറയാനാവില്ല. അതേസമയം കൂദാശകളെക്കുറിച്ച് നമുക്ക് പറയാം, അവയൊക്കെയും ഈശോ മിശിഹ സ്ഥാപിച്ചതാണ്. കൂദാശ അനുകരണങ്ങൾ ഈശോ മിശിഹ നേരിട്ട് സ്ഥാപിച്ചതല്ല, ഈശോയുടെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിലൂടെ സ്ഥാപിതമായവയാണ്. കൂദാശ അനുകരണങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രദേശത്തും എപ്രകാരമാണ് ആരംഭിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വളരെ മനോഹരമായൊരു ഉത്തരമാണ് പിതാവ് നമുക്ക് നൽകിയത്. ആന്റണി സാറിൻ്റെ സംശയം മാറിയെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? എൻ്റെ പേര് അനു. പിതാവേ, കൂദാശാകൽപ്പങ്ങളുടെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? പല കൂദാശാകൽപ്പങ്ങളുണ്ടല്ലോ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് കൂടി ഒന്ന് വിശദീകരിക്കാമോ? യെസ്, കൂദാശകൽപ്പങ്ങൾ പല രീതിയിലുണ്ട്, കൂദാശാനുകരണങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. നമുക്കറിയാം കൂദാശാനുകരണങ്ങളിലെ പ്രധാനപ്പെട്ടതൊന്ന് ഏതാണ്? വെഞ്ചരിപ്പുകളാണ്. വെഞ്ചരിപ്പ് എന്ന് പറയുമ്പോൾ അത് വസ്തുക്കൾ വെഞ്ചരിക്കുക അല്ലേ? നിങ്ങൾ പരീക്ഷ എഴുതുന്ന പേന വെഞ്ചരിക്കണം എന്ന് പറഞ്ഞ് 10ാം ക്ലാസ്സുകാരും പ്ലസ് 2കാരും ഒക്കെ അച്ഛന്മാരുടെ അടുത്ത് വരാറുണ്ട്. ആ പേന വെഞ്ചരിച്ച് തരണം. അവരുടെ ഒരു വിശ്വാസമാണ് ഈ വെഞ്ചരിച്ച പേനായിലൂടെ ദൈവത്തിൻ്റെ കൃപാവരം എനിക്ക് ലഭിക്കും, പരീക്ഷ നന്നായിട്ട് എഴുതാൻ കഴിയും എന്ന് അവരുടെ വിശ്വാസമാണത്. അതുപോലെ തന്നെ നമുക്ക് വസ്തുക്കൾ, അതുപോലെ തന്നെ ഏതെങ്കിലും ഭക്തവസ്തുക്കളാണ്, കൊന്ത, തിരുഹൃദയ രൂപം, ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ അത് വെഞ്ചരിക്കും. അപ്പോൾ വസ്തുക്കൾ വെഞ്ചരിക്കുന്നു എന്നുള്ളത്. ചില സ്ഥലങ്ങൾ വെഞ്ചരിക്കും. ഇപ്പോൾ ഒരാൾ വീട് പണിയാൻ പോവുകയാണ്, ആ വീട് പണിയുന്ന സ്ഥലം വെഞ്ചരിക്കണം എന്ന ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട്. അല്ല, വീടിൻ്റെ കട്ടള വെക്കുന്ന സ്ഥലം, അതാണ് ഈ കട്ടള വയ്പ്പിന് വൈദികരെ വിളിച്ച് വെഞ്ചരിക്കാറുണ്ട് അല്ലേ? വീട് പണി കഴിയുമ്പോൾ വീണ്ടും ആ വീട് വെഞ്ചരിക്കുന്ന രീതിയുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ ഇവയൊക്കെയും വെഞ്ചരിക്കും. ഒരു ചായക്കട തുടങ്ങുകയാണെങ്കിൽ പോലും ക്രിസ്ത്യാനി വന്ന് അച്ഛനെ വിളിച്ചുകൊണ്ട് പോയി ആ ചായക്കട വെഞ്ചരിപ്പിക്കും അല്ലേ? അതൊരു വിശ്വാസമാണ്. ദൈവനാമത്തിൽ സഭയുടെ ആശീർവാദത്തോടുകൂടി ചെയ്യുമ്പോൾ അതിന് കൃപ കൂടുതലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം ആ രീതിയിലുള്ള വെഞ്ചരിപ്പുകൾ, വ്യക്തികളെ വെഞ്ചരിക്കുക, വ്യക്തികളെ ചില പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിയമിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കരിസ്മാറ്റിക് ധ്യാനം തുടങ്ങുന്നു, കൺവെൻഷൻ തുടങ്ങുന്നു. കൗൺസിലിങ്ങിന് വന്ന എല്ലാവരെയും ധ്യാനഗുരു തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് വെള്ളം തളിച്ച് ആശീർവദിച്ച് വിടുന്നു. അതും എന്താണ്? ഒരു കൂദാശ അനുകരണമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ചില പ്രതിജ്ഞകൾ കൂദാശ അനുകരണമാകാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നിത്യവ്രത വാഗ്ദാനം, അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ ഉടുപ്പിടിയിൽ കർമ്മം, അവർ നിയതമായ വസ്ത്രം ധരിച്ച് പ്രത്യേകമായൊരു ജീവിത വിളിക്ക് അനുസൃതം ജീവിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നു. അത് കൂദാശയല്ല, പൗരോഹിത്യം ഒരു കൂദാശയാണ്. അതേസമയം സമർപ്പണത്തിനുള്ള തീരുമാനം ഒരു കൂദാശയല്ല. അപ്പോൾ വ്യക്തികൾ ഇങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഇനി അതും കൂടാതെ നമുക്കറിയാം പിശാച് ബാധ ഒഴിപ്പിക്കൽ ശക്തമായൊരു കൂദാശ അനുകരണത്തിൻ്റെ മേഖലയാണത്, പിശാചുക്കളെ ഒഴിപ്പിക്കുക എന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം വ്യക്തിപരമായ ചില ഭക്താനുഷ്ഠാനങ്ങളുണ്ട്. ഇപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ജപമാല ഒരു കൂദാശയല്ല. ജപമാല എന്താണ്? കൂദാശ അനുകരണമാണ്. ജപമാല വിശുദ്ധ കുർബാന കൂദാശയാണ്,
പക്ഷേ വിശുദ്ധ കുർബാനയുടെ ആരാധന കൂദാശ അനുകരണമാണ്. അപ്പോൾ ഏതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഇന്നതാണ് എന്ന ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റിയല്ല. കൂദാശകളുമായിട്ടുള്ള അവയുടെ ബന്ധം പരിശോധിച്ച് അവയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കാം. ഇപ്പോൾ പരിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നു എന്നുള്ളത് പരിശുദ്ധ കുർബാനയോട് നേരിട്ട് ബന്ധമുള്ള ശുശ്രൂഷയാകയാൽ അത് കൂടുതൽ പ്രാധാന്യമുള്ളതാണ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റേഴ്സ്, സന്യസ്തർ ഇപ്രകാരം സമർപ്പിത ജീവിതം നയിക്കുവാൻ വേണ്ടി ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ തീരുമാനമെടുക്കുന്ന വ്രതവാഗ്ദാനം ഉദാത്തമായ ഒരു കൂദാശാനുകരണമാണ് എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ അത് വ്യക്തിപരമായും വസ്തുതാപരമായും വേർതിരിച്ച് കാണേണ്ട ഉത്തരമാണ് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശ എന്ന്. ഒരു സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശാനുകരണം ഏതായിരിക്കും? അവരുടെ നിത്യവ്രത വാഗ്ദാനമായിരിക്കും. അത് പ്രധാനപ്പെട്ടത്. അതേസമയം നിങ്ങൾ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശാനുകരണം ഒരുപക്ഷെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയാകും. അതിൽ നിങ്ങൾ വീട്ടിൽ ചെല്ലുന്ന ജപമാലയായിരിക്കും. അന്നേ ദിവസത്തെ ഏറ്റവും പ്രധാന കൂദാശാനുകരണം വീട്ടിൽ ചൊല്ലുന്ന ജപമാലയായിരിക്കും. അതാണ് സ്ഥലവും സാഹചര്യവും വ്യക്തികളും അനുസരിച്ച് കൂദാശാനുകരണത്തിൻ്റെ പ്രാധാന്യം വ്യത്യസ്തമാകുന്നു എന്ന് തിരിച്ചറിയുക. വളരെ നന്ദി പിതാവേ, പിതാവിൻ്റെ ഉത്തരത്തിന്. അടുത്ത ചോദ്യം ആരാണ് നമുക്ക് വേണ്ടി ചോദിക്കുന്നത്? എൻ്റെ പേര് ടിഞ്ചു. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്: മാമോദീസ പൗരോഹിത്യത്തിൽ നിന്നാണ് കൂദാശ കൽപ്പങ്ങൾ ഉത്ഭവിക്കുന്നത്. ഇതിനെക്കുറിച്ച് പിതാവ് ഒന്ന് വ്യക്തമാക്കി തരണം. ഇത് ഒരുപക്ഷെ മതബോധന ഗ്രന്ഥത്തിലെ ഒരു വാചകമായിരിക്കും അല്ലേ? ആണ്. മാമോദീസ പൗരോഹിത്യം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇതെന്നായി ടീച്ചർ ചോദിച്ചതെന്ന് സംശയം തോന്നിക്കാണും. അത് മലയാളം വിവർത്തനത്തിലെ ചില പ്രത്യേകതകളുടെ ഭാഗമാണ്. അതായത് മാമോദീസ പൗരോഹിത്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ എല്ലാ വിശ്വാസികൾക്കും ലഭിക്കുന്ന പൊതു പൗരോഹിത്യത്തെയാണ് അവിടെ വിവക്ഷിക്കുന്നത്. കാരണം ഈ കർമ്മം അനുഷ്ഠിക്കുന്ന വ്യക്തികൾ പല കൂദാശ കൽപ്പങ്ങളിലും വേറെ വൈദികൻ്റെ കാർമ്മികത്വം ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ കൊന്ത ചെല്ലുന്നു, ആ കൊന്ത ചെല്ലുന്ന ആ കർമ്മത്തിൻ്റെ കാർമ്മികൻ ആരാണ് ടിഞ്ചു ടീച്ചറെ? നമ്മൾ തന്നെയാണ് അല്ലേ? യെസ്. അതായത് എന്തുകൊണ്ട് ഈ ഭക്തകൃത്യത്തിൻ്റെ കാർമ്മികനാകാൻ നമുക്ക് കഴിയുന്നു എന്ന് ചോദിച്ചാൽ മാമോദീസായിലൂടെ മിശിഹായുടെ പൊതു പൗരോഹിത്യത്തിൽ നമുക്കെല്ലാവർക്കും പങ്കാളിത്തം ലഭിച്ചിരിക്കുന്നു. അതിനാൽ ഈ പല കർമ്മങ്ങളുടെയും കാർമ്മികരാകാൻ നമുക്ക് തന്നെ കഴിയുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ പൊരുൾ കേട്ടോ. അതായത് ഇപ്പോൾ കൊന്ത ചെല്ലുന്നതാകാം, അല്ലെ നമ്മൾ സ്വയം കരുണക്കൊന്ത ചെല്ലുന്നതാകാം, നമ്മൾ ഉത്തരീയം ധരിച്ച് നടക്കുന്നതാകാം. ഉത്തരീയം വെഞ്ചരിക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് പോകാം. അതേസമയം ഓരോ തവണയും ഉത്തരീയം കഴുത്തിൽ ഇടാൻ വേണ്ടി വികാരിച്ചൻ്റെ അടുത്ത് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. സ്വയം ചെയ്താൽ മതി. അവയൊക്കെയും നമുക്ക് അനുഷ്ഠിക്കാൻ അധികാരം കിട്ടുന്നത് പൊതു പൗരോഹിത്യത്തിലൂടെയാണ് എന്നാണ് മതബോധന ഗ്രന്ഥം പറഞ്ഞ ആ പ്രസ്താവനയുടെ അർത്ഥം. നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ ഉത്തരം നൽകി നമ്മുടെ കൂടെയായിരുന്ന തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാൻ അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിന് ശാലോം ടിവിയുടെ പേരിലുള്ള വളരെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ വളരെ സജീവമായ ചോദ്യങ്ങളുമായി നമ്മുടെ കൂടെയായിരുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഉദയപുരം, കോടോത്ത് ഇടവകകളിലെ മതാധ്യാപകരും യുവജന സുഹൃത്തുക്കളുമായിരുന്നു. എല്ലാവർക്കും വളരെ സ്നേഹപൂർവ്വം ശാലോം ടിവിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കത്തോലിക്ക സഭയിലെ കൂദാശ അനുകരണങ്ങൾ, മൃതസംസ്കാര ശുശ്രൂഷ എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ചർച്ചയുടെ തുടർഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ഈശോയിൽ എല്ലാവർക്കും നന്ദി. സി കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ
www.shalomtv.tv/ccat.